ഒരു 3/4 കിലോയുടെ കാളാഞ്ചി കിട്ടിയിട്ടുണ്ട്. അത് മുഴുവനെ പൊള്ളിക്കുന്നതിന് ഞാൻ അതിനെ നന്നായിട്ട് വരഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിന് പിന്നെ ഒരു അരപ്പുണ്ടാക്കണം. അതിന് ഞാനൊരു 10 അല്ലി ചുമന്നുള്ളി, 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നല്ല അരച്ചൊരു പേസ്റ്റ് ആക്കണം. അപ്പോൾ ഞാൻ ദേ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിനകത്തൂടെ നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. ആദ്യമായിട്ട് നമുക്കതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിനകത്ത് പെപ്പർ ഇട്ട് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കറക്റ്റ് അതിൻ്റെ അളവൊക്കെ. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ എല്ലാത്തിനെയും കൂടെ നന്നായിട്ട് ഈ അരപ്പ് നന്നായിട്ട് ഈ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളി അരച്ച പേസ്റ്റും പൊടികളും എല്ലാം കൂടെ നല്ലതായിട്ട് യോജിപ്പിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് മീനിൽ ആദ്യം മുഴുവനായിട്ട് തന്നെ അതിൻ്റെ വിടവിലൊക്കെ പുരട്ടി ചേർക്കണം. ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ പകുതി ഹാഫായിട്ട് മുറിച്ചാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെ. അപ്പോൾ അവർ നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി 2ആയിട്ട് മുറിച്ച് തന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അകത്തുമൊക്കെ നമുക്ക് മസാല പുരട്ടി വെക്കാം. അതിൻ്റെ ഗുണം ഇങ്ങനെ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാം. പക്ഷേ എടുക്കാനുള്ള സൗകര്യത്തിന് ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടാണ് 2 വശവും മൊരിയിച്ചിട്ട് പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്കതിനെ തുറന്ന് വെച്ചിട്ട് സെർവ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. അപ്പം ഇത് എല്ലായിടത്തും അങ്ങ് പുരട്ടി മസാലയൊക്കെ ഇങ്ങനെ പുരട്ടി വെക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. നല്ല ഫ്രഷ് കാളാഞ്ചിയാണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ഈ അരപ്പ് നന്നായിട്ട് വഴറ്റിയത് നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിപ്പിച്ച് പുരട്ടി ആ വരഞ്ഞേക്കുന്ന വിടവിലുമൊക്കെ പുരട്ടി വെക്കുമ്പോഴാണ് അതിനകത്ത് നല്ലതായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഇങ്ങനെ ഒരു 30 മിനിറ്റ് നമ്മൾ ഈ ഫിഷിനെ മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം ഒരു 30 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ അതിനകത്ത് അകത്തോട്ടൊക്കെ ദശയിലെല്ലാം പിടിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയൊരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് അതിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവർ ആ വെളിച്ചെണ്ണയിൽ കിട്ടുമ്പം മീൻ പൊരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് സൂക്ഷിച്ച് ആ മീൻ പീസസിനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ അതിനെ ഒന്ന് തുറന്ന് വെക്കാം. അപ്പോൾ 2 സൈഡും നല്ല ബ്രൗൺ ആകും. ഇത് സൂക്ഷിച്ച് ചെയ്യണം. അത് പൊടിഞ്ഞ് പോകാതെ നടുക്കിങ്ങനെ അവർ പിടിയിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പതുക്കെ അതിന് സെർവ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ കണ്ടോ, ആ എണ്ണയിൽ കിടന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലതായിട്ട് മീനിൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് മറ്റേ സൈഡും അതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ അന്ന് ഫുൾ കുക്കാവണ്ട, 2 സൈഡും ഒന്ന് മൊരിഞ്ഞാൽ മതി. അതിനെ നമ്മൾ പാനിൽ നിന്ന് മാറ്റിയിട്ട് ആ മീൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ ചെറിയ ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ 1 കപ്പോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ആ ചെറിയ ഉള്ളിയാണ് നമ്മുടെ ടേസ്റ്റ് തരുന്നത്. ആ ഗ്രേവിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് തരുന്നത് ചെറിയ ഉള്ളിയാണ്. ഇപ്പോൾ ചെറിയ ഉള്ളി നന്നാക്കാനും അരിയാനൊക്കെ വിഷമമുള്ളവർക്ക് സവാള യൂസ് ചെയ്യാതെ കുഴപ്പമില്ല. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ്. എന്നിട്ട് നമ്മൾ ആ മീനിൽ പുരട്ടി വെച്ച ബാക്കി മസാല ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് ആ മീനിൽ പുരട്ടി വെച്ചിരുന്നുള്ളൂ. ആ ബാക്കി മസാലയും കൂടെ ഈ ചെറിയ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ, ഒത്തിരി കരിഞ്ഞു പോകരുത്, ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് നമ്മൾ ആ അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് ആ അരപ്പിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊരു മീഡിയം ഹീറ്റിലിട്ട് വഴറ്റിയാലേ അത് നന്നായിട്ട് വഴറ്റി കിട്ടുള്ളൂ. പിന്നെ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ വറുത്ത സമയത്ത്. പക്ഷേ നമുക്ക് ഗ്രേവിക്ക് കുറച്ച് കറിവേപ്പിലയുടെ ആവശ്യമുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ എണ്ണയിൽ കിടന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഗ്രേവിയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം മീൻ, ഒത്തിരി ചാറ് വേണ്ട. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് എല്ലാം കൂടെ യോജിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ വറുത്ത മീനും ഇട്ടിട്ട് ആ അരപ്പ് മുകളിലിട്ട് കൊടുത്ത് നമുക്കതിനെ ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കണം. നമുക്ക് 2 സൈഡും നമ്മൾ ജസ്റ്റ് എണ്ണയിൽ വറുത്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ അകത്തോട്ടും ഒക്കെ ജസ്റ്റ് ശരിക്കും കുക്കാവാനുണ്ട്. അപ്പോൾ അത് ഗ്രേവി കിടന്ന് കുക്കാവുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും കൂടെ മീനിൽ കിട്ടുന്നത്. ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ചെറിയുള്ളിയുടെ ടേസ്റ്റും എല്ലാം കിട്ടും. അപ്പം നമ്മുടെ ആ മീൻ മുഴുവനെ പൊള്ളിച്ചത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് നമ്മളതിനെ വേവിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊരു പാൽക്കപ്പയുടെ കൂടെ നല്ലൊരു ഡിഷാണ്, അല്ലാതെ ചോറിൻ്റെ കൂടെ നല്ലൊരു ഡിഷാണ്. ചപ്പാത്തി, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ പോവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെളിച്ചെണ്ണയിൽ പൊള്ളിച്ച കാളാഞ്ചി.